നമസ്കാരം. പ്രശസ്ത തമിഴ് നടനും DMK നേതാവുമായ വിജയകാന്തിൻ്റെ ജീവിതത്തിൽ വിനയായത് മദ്യമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം ലഹരിയുടെ ചിറകുകൾ യൗവനകാലം തൊട്ടേ വിജയകാന്തിൻ്റെ കൂടെയുണ്ടായിരുന്നു. വലിയ വിജയങ്ങളുടെ കാലങ്ങളിൽ ലഹരിയുടെ ഗരുഡൻ ചിറകുകളിലേറി പറക്കുകയായിരുന്നു അദ്ദേഹം. കത്തി നിന്ന കാലത്ത് കൂടെ അഭിനയിച്ചിരുന്ന നായികയുടെ വീടിന് മുൻപിൽ പാതിരാത്രി മദ്യലഹരിയിൽ ഗേറ്റ് മുട്ടിവിളിച്ച് ബഹളമുണ്ടാക്കിയെന്നും മറ്റും വാർത്തകൾ പുറത്തു വന്നിരുന്നു. പിൽക്കാലത്ത് നിയമസഭയിൽ പോലും മദ്യവുമായാണ് വരുന്നത് എന്ന ആരോപണമുണ്ടായി. വാർത്താ സമ്മേളനങ്ങളിൽ വരെ ക്യാപ്റ്റൻ്റെ നാവ് കുഴഞ്ഞു. വിജയകാന്ത് പറയുന്നതെല്ലാം കോമഡികളായി പരിഹസിക്കപ്പെട്ടു, ട്രോളുകളായി സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു. അതേസമയം അഭിനേതാക്കളുടെ കൂട്ടായ്മയായ തെന്നിന്ത്യൻ നടികർ സംഘത്തിൻ്റെ പ്രസിഡന്റായി വിജയകാന്ത് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സംഘടന കടക്കണിയിലായിരുന്നു. ഹബീബുള്ള റോഡിലെ ഓഫീസ് പോലും ജപ്തിയുടെ വക്കിലായിരുന്നു. സാക്ഷാൽ രജനീകാന്ത് അടക്കമുള്ള നടീനടന്മാരെ ഒപ്പം കൂട്ടി നാട്ടിലും മറുനാട്ടിലും അദ്ദേഹം താരനിശകൾ സംഘടിപ്പിച്ചു. അങ്ങനെ നടികർ സംഘത്തെ കരകയറ്റുകയും ചെയ്തു. അവശ നടികർക്ക് സഹായമെത്തിക്കുകയും ചെയ്തു. രജനീകാന്തിനേക്കാൾ മനുഷ്യസ്നേഹിയായിരുന്നു വിജയകാന്ത് എന്ന് സിനിമാ മേഖലയിലെ ഏഴകൾ ഇന്നും സാക്ഷ്യപ്പെടുത്തും. സ്വന്തം സെറ്റുകളിൽ ലൈറ്റ് ബോയ്സിനും നായകനും ഒരേ ഭക്ഷണം വിളമ്പണം എന്ന വിജയകാന്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഒരു കാലത്ത് കാര്യമായ ജോലിയും കൂലിയുമില്ലാത്ത സഹസംവിധായകർക്ക് വിജയകാന്തിൻ്റെയും ഇബ്രാഹിം റാവുത്തരുടെയും ഓഫീസിലായിരുന്നു 3 നേരം ഭക്ഷണം. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുന്ന ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കാനും ക്യാപ്റ്റൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അച്ഛനും അമ്മയ്ക്കും സ്മാരകമായി കല്യാണ മണ്ഡപം മാത്രമല്ല എഞ്ചിനീയറിംഗ് കോളേജും സ്ഥാപിച്ചിരുന്നു. 100 കണക്കിന് പാവപ്പെട്ട കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കുകയും ചെയ്തു. അതേസമയം അദ്ദേഹം പാർട്ടി രൂപീകരിച്ചപ്പോൾ സിനിമയിലെ പല സഹപ്രവർത്തകരും കൂടെ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചതാണ്. പലരെയും നിരുത്സാഹപ്പെടുത്തി തിരിച്ചയച്ചു. നീ വരണ്ട, നിനക്ക് ഇപ്പോൾ തന്നെ പടങ്ങളില്ല, ഇനി എൻ്റെ കൂടെ വന്നാൽ ഉള്ള ചാൻസും പോവും. വളർന്നു വരുന്ന കലാകാരന്മാർ ആരുടെയും പക്ഷം പിടിക്കാതെ ആരെയും പിണക്കാതെ നിൽക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് വിജയകാന്ത് തന്നെ തിരിച്ചയക്കുകയായിരുന്നുവെന്ന് അക്കാലത്തെ പ്രമുഖ ഹാസ്യതാരം പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പറയാനുള്ളത് ആരോടും പറയാതിരുന്നിട്ടില്ല വിജയകാന്ത്. രജനീകാന്തിനെ പോലും പൊതുവേദികളിൽ തിരുത്താൻ ധൈര്യപ്പെട്ടു. തമിഴകത്തെ ജാതി രാഷ്ട്രീയത്തിൻ്റെ മേധാവിയായിരുന്ന പട്ടാളി മക്കൾ കക്ഷി നേതാവ് ഡോക്ടർ രാമദാസിനെ വരെ മുട്ടുകുത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. സിനിമകളുടെ പ്രദർശനം തടയുമെന്ന് ഭീഷണി മുഴക്കി രജനീകാന്തിനെ പോലും വിറപ്പിച്ച രാമദാസ് തോറ്റുപോയതും വിജയകാന്തിനോട് മാത്രമായിരിക്കും. രാമദാസിൻ്റെ മകൻ അൻപുണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യാതെ കേന്ദ്രമന്ത്രിയായപ്പോൾ വിജയകാന്ത് കളിയാക്കിയിരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ അറിയാത്തവരെ പാർലമെന്റിൽ എത്തിക്കുന്ന രാജ്യസഭ എന്ന ഏർപ്പാട് നിർത്തണം എന്ന് ക്യാപ്റ്റൻ പ്രസംഗിച്ചതാണ് രാമദാസിനെ പ്രകോപിപ്പിച്ചത്. വിജയകാന്തിൻ്റെ പടങ്ങൾ തമിഴകത്തെ ഒരു തിയേറ്ററുകളിലും കളിക്കാൻ അനുവദിക്കില്ല എന്ന ഭീഷണിയും ഉണ്ടായി. പോനാൽ പോകട്ടും പോടാ എന്ന് പുച്ഛിക്കുകയാണ് പുരച്ചി കലൈഞ്ചർ ചെയ്തത്. രാമദാസിന് ഭീഷണി പിൻവലിക്കേണ്ടി വരികയും ചെയ്യുന്നു. അതേ രാമദാസ് പിന്നീട് വിജയകാന്തിൻ്റെ പാർട്ടിയുടെ സഖ്യകക്ഷിയാവുകയും ചെയ്തു. 1979 പുറത്തിറങ്ങിയ എനിക്കും ഇളമൈ എന്ന ചിത്രമാണ് വിജയകാന്തിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത്. എന്നാൽ എനിക്കും ഇളമയും പിന്നീടെത്തിയ വിജയകാന്ത് സിനിമകളും ബോക്സ് ഓഫീസിൽ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ അതുകൊണ്ടൊന്നും തളരാൻ വിജയകാന്ത് തയ്യാറായിരുന്നില്ല. വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ വിജയകാന്ത് തമിഴ് സിനിമയിൽ പതിയെ സാന്നിധ്യം ഉറപ്പിക്കുകയായിരുന്നു. 1980 പുറത്തിറങ്ങിയ ദൂരത്ത് ഇടി മുഴക്കം എന്ന സിനിമയാണ് വിജയകാന്തിന് തമിഴ് സിനിമയിൽ ബ്രേക്ക് നൽകിയത്. ചിത്രം IFKയിലെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പിന്നീടെത്തിയ SA ചന്ദ്രശേഖറിൻ്റെ സട്ടം ഒരു ഇരുട്ടറൈ എന്ന സിനിമയും വിജയകാന്തിൻ്റെ കരിയറിലെ മികച്ച ചിത്രമായിരുന്നു. 1984 വിജയകാന്തിൻ്റെ 18 ചിത്രങ്ങളാണ് പുറത്ത് വന്നത്.